ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്ന മൈൻക്രാഫ്റ്റ്. നമ്മൾ മൈനിങ് ചെയ്തുകൊണ്ട് നമ്മളാണ് ഈ സ്ഥലം കണ്ടത്. അങ്ങനെ നമ്മൾ ഇങ്ങോട്ട് വന്നതാണ്. താഴെ വെള്ളമാണ്, അതുകൊണ്ട് അവിടെ അയൺ ഇരിക്കണം, അതെടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ വീഡിയോ ഇത്തിരി ലോങ് ആയിരിക്കും, പിന്നെ കുറച്ച് ദിവസം കൊണ്ട് വീഡിയോ ഒന്നും ഇട്ടില്ല. അയൺ അത്ര എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് താഴെ അയണുണ്ട്. നമുക്ക് ഇത് ഫുള്ള് ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. അതിന് മുന്നേ ആ അയണും പോയി എടുക്കാം. ഒരയണേ ഉള്ളൂ, ഒന്നേ ഉള്ളൂ, അതെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മണ്ടയിലോട്ട് കയറാം. അവിടെ കയറാൻ ഇനി നമുക്ക് വീണ്ടും മണ്ടയിലൂടെ കയറണം. നമ്മൾ മണ്ടയിൽ കയറിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ഫുള്ളൊന്ന് എക്സ്പ്ലോർ ചെയ്യണം. നമുക്ക് ഇവിടേക്ക് എന്തൊക്കെ ഉണ്ടെന്ന് അറിയണം. നമ്മൾ താഴെ ഇറങ്ങിയതാണ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി. ഇവിടെ സോംബീസാണ്, അടിച്ച് കൊല്ല. അത് പോയാ അവിടെ നിൽക്കുന്നത്. നമുക്ക് ഇവിടെ അയണുണ്ട്, അയണൊക്കെ എടുത്ത് സോംബീസയും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ മേടിക്കാൻ പോവാം. അവിടെ എക്സ്പ്ലോർ ചെയ്യാനെന്ന് പറയാൻ അവിടെ ഒന്നുമില്ല. കുറേ കല്ലും പിന്നെ അവിടെ പ്രത്യേകിച്ചൊന്നും കിട്ടിയില്ല. അയണ് മാത്രമേ കിട്ടിയുള്ളൂ. കോലിന് വേണ്ടിയാണ് പോയത്, പക്ഷെ അയൺ കിട്ടി, കോല് കിട്ടിയില്ല. ബെഡ് പൊട്ടിച്ച്. ഇനി നമുക്ക് വീട്ടിൽ പോകാം. നമ്മളെ സാധനങ്ങളൊന്നും എടുത്ത് വീട്ടിലോട്ട് കൊണ്ട് വച്ചില്ലായിരുന്നു, അതൊക്കെ അടുത്ത പാർട്ടി ചെയ്യാം. സിക്സ് ഇട്ടപ്പോൾ ഒരാൾ വന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ വീഡിയോ കണ്ട് നോക്ക് PC ലുക്ക് കിട്ടും. നമ്മളങ്ങനെ ആ വീഡിയോ ഫുള്ള് കണ്ടായിരുന്നു. പക്ഷേ അതിൽ പറയുന്ന മൈൻക്രാഫ്റ്റ് വെർഷൻസൊക്കെ താഴെ എഴുതി കാണിക്കുന്നുണ്ട്, അല്ലാതെ ബാക്ക്ഗ്രൗണ്ടിൽ പറയുന്നുണ്ട്. പിന്നെ അതിൽ ആ ടെലിഗ്രാം ഗ്രൂപ്പ് വഴിയാണ് അയാൾ മൈൻക്രാഫ്റ്റ് ഡൗൺലോഡ് ചെയ്യുന്നത്. നമ്മൾ അതിൽ ഒരു ഇപ്പോൾ ഉള്ള വേൾഡ് പോകില്ലേ, അത് ഡൗൺലോഡ് ചെയ്താൽ. അതുമല്ല, ആ മൈൻക്രാഫ്റ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും നമുക്ക് കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടില്ല. പിന്നെ എങ്ങനെ ഡൗൺലോഡ് ചെയ്യും? പിന്നെ നമ്മളാണെങ്കിൽ ഈ മൈൻക്രാഫ്റ്റിലൊന്ന് നോക്കിയായിരുന്നു PC ലുക്ക് കിട്ടാൻ വേണ്ടി, അതുപോലെ ചെയ്യാൻ വേണ്ടി. പക്ഷേ അതുപോലെ ചെയ്യാൻ സ്പ്ലിറ്റ് കൺട്രോൾ എന്ന് പറയുന്ന ഒരു കൺട്രോളുണ്ട്. ആ കൺട്രോൾ നമ്മുടെ ഈ മൈൻക്രാഫ്റ്റിലില്ല. അത് ആ മൈൻക്രാഫ്റ്റിൽ കാണിക്കുന്നുണ്ട്, പക്ഷേ ഈ മൈൻക്രാഫ്റ്റിലില്ല. അത് ആ വീഡിയോ കണ്ട് നോക്കിയായിരുന്നു, പക്ഷേ നമുക്ക് അങ്ങനെ ഒക്കുന്നില്ല. നമ്മൾ ബാക്കിയുള്ളതൊക്കെ അങ്ങനെ തന്നെ ചെയ്തായിരുന്നു. പിന്നെ ബാക്കിയുള്ളതെന്ന് വെച്ചാൽ ഈ മൈൻക്രാഫ്റ്റിലാണ്. മൈൻക്രാഫ്റ്റിൽ കയറി ചെയ്തതിന് ശേഷം എന്തൊക്കെ ചെയ്യുന്നു അതൊക്കെ ചെയ്തായിരുന്നു. എന്നിട്ടും PC ലുക്ക് കിട്ടിയില്ല. ഇനി ഒന്നുകൂടെ കയറി നോക്കണം. പിന്നെ നമ്മളാണെങ്കിൽ ഈ വീഡിയോ എടുത്തതിന് ശേഷമാണ് വോയിസ് ചെയ്യുന്നത്. നമ്മളാണെങ്കിൽ ഈ വീഡിയോ കുറച്ച് ദിവസം മുമ്പ് എടുത്തതാണ്, പക്ഷേ ഇപ്പോഴാണ് വോയിസ് ചെയ്യാൻ സമയം കിട്ടിയത്. പിന്നെ ഇതിന് കുറച്ച് ഭാഗം കട്ട് ചെയ്താണ് ഇട്ടിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ വീഡിയോ ലോങ് ആയി പോകും. 36 മിനിറ്റുള്ള വീഡിയോ ആണ്. ഇത്രയും കട്ട് ചെയ്ത് എഡിറ്റൊക്കെ ചെയ്ത് ഇട്ടിരിക്കുന്നത്. എഡിറ്റ് ചെയ്തെന്ന് പറയാൻ ചെറിയ ചെറിയ എഡിറ്റുകൾ. ഈ അയണിൻ്റെ ലെഗിൻസൊക്കെ ഉണ്ടാക്കാൻ അയൺ കുറേ വേണം. അപ്പോൾ ഇതൊക്കെ നമുക്ക് അടുത്ത പാർട്ടിൽ മൈനിങ് ഒക്കെ ചെയ്ത് നമുക്ക് ഉണ്ടാക്കാം.
ഇത് വൈറ്റ് ബോർഡ്, മറ്റത് അയൺ ബ്ലോക്കാണ്. ഇതിൽ കുറേ ബ്ലോക്കുകളുണ്ട് നമുക്കിപ്പോൾ ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന. പിന്നെ നമുക്ക് ഇനി നമുക്ക് വെളിയിലോട്ട് പോകാം. ഞങ്ങളുടെ വില്ലേജറൊക്കെ ഇവിടെ വയ്ക്കുന്നുണ്ട്. എന്താടാ നോക്കാം, ഒരു ഇടിയർക്കാം. നമുക്ക് അതിന് മുന്നേ ഇപ്പോഴത്തെ പരിപാടി എന്ന് വെച്ചാൽ നമുക്കൊരു കുളം ഉണ്ടാക്കണം. കുളം ഉണ്ടാകണമെങ്കിൽ നമുക്ക് ഒരിടത്ത് ഞാൻ കണ്ടു വച്ചിട്ടുണ്ട്. അവിടെ വെള്ളമൊന്നുമില്ല. അവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് സെറ്റാക്കി എടുക്കണം. വെള്ളം ഒഴിച്ചിട്ട് ഈ ജീവികളൊക്കെ ഇവിടുന്ന് മാറ്റണം. നമുക്ക് ഇവിടെ ആദ്യം വെള്ളം ഒഴിക്കാം. ഇവിടെ ഒഴിച്ചാൽ ജീവികൾ വേണ്ടേ? പിന്നെ വെള്ളം ഒഴിച്ച് ഇതെന്താ ഒഴുക്കിക്കാത്ത? ഒഴുക്കുന്നു. നല്ല സമയം എടുത്തായിരുന്നു. ഇനി വെള്ളം കുറയാനൊന്നുമില്ല. വൈകുന്നേരമായി ചെയ്ത് ഈ പൂച്ചക്കുട്ടി എന്താ ഇങ്ങനെ അങ്ങനെ നമ്മുടെ കുളമൊക്കെ ഉണ്ടാക്കി. പണി ചെയ്ത് വരുമ്പോൾ കിടക്കാമെന്ന് വെച്ചപ്പോൾ ഇവിടെ വേറെ ഒരുത്തം വന്ന് കിടക്കണം. എന്താടാ ഇങ്ങനെ നോക്കണം, ഒരടി ഇരട്ട. ഇവനെങ്ങനെ എണീപ്പിക്കണമല്ലോ. നമ്മുടെ കയ്യിൽ വുഡ് വല്ലതും ഉണ്ടോ? ഉണ്ടെങ്കിൽ ബെഡ് ഉണ്ടാക്കാം. ഊളൊക്കെ ഉണ്ട്. ഊള് 5 എണ്ണം ഉണ്ട്. ഈ ഊളിൻ്റെ ആവശ്യമില്ല. വുഡ് ഉണ്ടാകുന്നത് ഓക്ക് പ്ലാങ്ക്സ്. വുഡ് ഉണ്ടെങ്കിൽ വാക്ക് പ്ലാങ്ക്സ് ആയിട്ട് എടുക്കാമായിരുന്നു. വുഡില്ല. ഈ വുഡ് വേണ്ട. നമുക്ക് വാക്ക് പ്ലാങ്ക്സ് ഒന്നേ ഉള്ളൂ. 3 എണ്ണം വേണം. നീ എണീറ്റടാ, ഞാൻ കിടക്കട്ടെ. എന്താടാ ഇവൻ്റെ 2 വില്ലേജറാ, ഒന്നേ ഉള്ളു. ഇവിടെ വില്ലേജറൊക്കെ നിൽക്കുന്നുണ്ട്. വില്ലേജേഴ്സ് ഇവിടെ ആയങ്കോളമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ആവും. അടിക്കണ്ട, റിപ്പയർ ചെയ്താൽ മതി. അടിച്ചാൽ ഇത് നമ്മൾ വേറൊരു വില്ലേജിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഈ അയങ്കോളത്തെ. ആ വില്ലേജ് നമ്മൾ പറ്റുമെങ്കിൽ അടുത്ത പാർട്ടിയിലാണെങ്കിൽ അതിൻ്റെ അടുത്ത പാർട്ടിയിൽ കാണിച്ചു തരാം. പിന്നെ ഇത് പിന്നെ നമ്മൾ കാണിക്ക് വെച്ചില്ല. ഇത് നമ്മളാണെങ്കിൽ ഒരു വില്ലേജർ ബ്രീഡർ ഉണ്ടാകാൻ വേണ്ടി നോക്കിയാണ്. നമുക്കൊരു പെറ്റിനാണ്. ഇവിടെ നിന്ന് ഡോഗൊന്നുമില്ല. നമുക്ക് പൂച്ചനെ നമുക്ക് ടേം ചെയ്തെടുക്കാം. ഇത് എന്താ പറ്റി? ബൗളാ. ഇപ്പം എന്താ പറ്റിയ? എൻചാൻറ്റഡ് ബുക്കാ. ഇപ്പം എന്താ കിട്ടിയ? പഫർ ഫിഷാ.
അങ്ങനെ മീനൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് യാതിനെയെങ്കിലും നമുക്ക് പോയി വളർത്താം. നമുക്ക് ഒരു വെള്ള പൂച്ചക്കുട്ടീനെ വേണം. ഒരു വെള്ള പൂച്ചക്കുട്ടീനെ എങ്ങനെയെങ്കിലും നമുക്ക് ടേം ചെയ്തെടുക്കണം. ഉണ്ട് ഇവിടെ അവിടുത്തെ കുതിരനെയും കൊണ്ട് നടക്കുന്നുണ്ട്. ഇവിടെ 2 കുതിര ഇപ്പോൾ ഉണ്ട്. ആവശ്യമുള്ള സമയത്തൊക്കെ ഒരു പൂച്ചക്കുട്ടീനെയും കാണത്തില്ല. ഈ മീൻ തിന്നില്ല. നമുക്ക് വേണ്ട പൂച്ചക്കുട്ടിക്കണം, അതിനെ നമുക്ക് ടൈം ചെയ്യണം. അവിടെ കിടാ, നീ കറക്റ്റ് സ്ഥലത്താണ് വന്ന് വേണേ നെല്ലി. ഇനി നമുക്ക് ഇതിനെങ്ങനെയെങ്കിലും ടൈം ചെയ്തെടുക്കണം. ടൈം ചെയ്യണമെങ്കിൽ ഇതിൻ്റെ പുറകെ നടക്കേണ്ടി വരും. പൂച്ചേനെ ടൈം ചെയ്യണമെന്ന് വെച്ചാൽ വലിയ പാടുള്ള കാര്യമാണ്. ഇനി നമുക്ക് കുറച്ച് സ്പീഡാവാം. അവിടെ നിന്നിപ്പോൾ ബ്ലോക്ക് ചെയ്തിടാം. അയ്യോ രാവിലെ തൊട്ടേ ഇതിൻ്റെ പുറകെ നടക്കുകയാണ്. ഇനി നമുക്ക് കട്ട് ചെയ്ത് കാണിക്കാം. നാളെ രാവിലെ നമുക്ക് ടൈം ചെയ്തെടുക്കണം. കുറച്ചൊക്കെ നമ്മൾ കട്ട് ചെയ്തായിരുന്നു. നമ്മളങ്ങനെ ഒരു പൂച്ചക്കുട്ടീനെ ടൈം ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ കെട്ടിയിട്ടിരിക്കുകയാണ് പൂച്ചക്കുട്ടിയെ. അതിനും കേട്ടത് നമ്മൾ എടുത്തായിരുന്നു. പഫർ ഫിഷ് കുക്കാവില്ല. നമ്മൾ പന്നിയുടെ ഇറച്ചി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൂച്ചക്കുട്ടീനെ അകത്ത് വിടണം. ജസ്റ്റിനകത്ത് വല്ലതും ഉണ്ടോ? അതിനകത്ത് കുറച്ച് സീഡ്സൊക്കെ ഇരിപ്പുണ്ട്. നമുക്കിനി ഒരു ഡോഗിനെയും കൂടെ വേണം. ആ ഡോഗിന് വേണമെങ്കിൽ നമുക്ക് കാട്ടിൽ പോകണം. കാട്ടിലേക്കാണ് ഈ ഡോഗുള്ളത്. ഇവിടെ ഒന്നും ഡോഗില്ല. നമുക്കൊരു ഹോപ്പർ ഉണ്ടാക്കണം. ഹോപ്പർ ആവശ്യമുണ്ട്. ഹോപ്പർ ഇനി സാധനം വേണം. ഇനി ഇതിനകത്ത് ഈ ഒരു വുഡ് വാക്കുള്ള സ്ഥലത്തേക്ക് ഇനി വേറെ എന്തൊരു വേണം? വാക്ക് പ്ലാൻസ് എടുത്ത് ഇതിവിടെ വെച്ച് വാക്ക് പ്ലാൻസ് ആക്കി എടുത്ത് സ്റ്റിക്ക് വേണം. ജസ്റ്റ് പൊട്ടിച്ചാലേ സാധനങ്ങൾ എത്ര ഇവിടെ ആയല്ലേ. ഈ ജസ്റ്റിനകത്ത് വയ്ക്കാം സാധനങ്ങളൊക്കെ. സാധനങ്ങൾ അത്രയും പറക്കി വെച്ച് ഇനി കുറച്ചും കൂടെ ഉണ്ട്. അതും കൂടെ ഒന്ന് എടുത്ത് വയ്ക്കാം. അതിന് മുന്നേ നമുക്ക് ഹോപ്പർ ഉണ്ടാക്കണം. ഹോപ്പർ അവിടെ ഹോപ്പർ വെട്ടി ഒന്നുണ്ടാക്കാം. അടുത്ത എപ്പിസോഡിലാണെങ്കിൽ നമ്മളാണെങ്കിലേ കുറേ ഒക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ
വീണ്ടും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതൊന്നും വീഡിയോയിൽ കാണിക്കത്തില്ല. നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. മൈനിങ് ഏരിയയിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി. നമ്മളിത് കുറേ ഭാഗമൊക്കെ കട്ട് ചെയ്തിട്ടാണ് കാണിക്കുന്നത്. യാവൻ താഴെ വീണു. അത് കുഴപ്പമില്ല. അതാണ് നമ്മളെ പൂച്ചക്കുട്ടി. ഇനി നമുക്ക് വേറെ ഒന്നും ചെയ്യില്ല. നമുക്ക് മൈനിങ് ഏരിയയിലോട്ട് പോയല്ലേ. ആദ്യം തടി എത്രയും മുറിച്ചു. ഇവിടെ ഇത്രയും മതി. ഇനി ഇത് വെച്ച് റോക്ക് പ്ലാന്റ്സ് ഉണ്ടാക്കണം. റോക്ക് പ്ലാന്റ്സ് ഉണ്ടാക്കുന്നതല്ലേ. റോക്ക് പ്ലാന്റ്സ് ഇനി വേറെ എന്തെങ്കിലും ഉണ്ടാകുന്നത്? വേറെ ഒന്നും ഉണ്ടാകത്തില്ല. ഇനി റോക്ക് പ്ലാന്റ്സ് ഒരു ചെസ്റ്റും ഉണ്ടാക്കാം. അടുത്ത വീഡിയോയിൽ നമ്മളാണെങ്കിൽ ഒരു കുഴിയുണ്ട്, ഒരു വലിയൊരു ഗുഹ. അവിടെ ഇറങ്ങുന്നതായിരിക്കും. അവിടെ അയണും ഗോൾഡൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ കുറച്ച് ഭാഗമൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്തായിരുന്നു. അതൊക്കെ അടുത്ത എപ്പിസോഡിൽ നമ്മൾ കാണിക്കുക. പിന്നെ ഇനി തൊട്ട് ഏകദേശം ആഴ്ചയിലൊരിക്കലെങ്കിലും വീഡിയോ ഇടുന്നതായിരിക്കും. നമ്മൾ വീഡിയോ ചെയ്തതിന് ശേഷമാണ് വോയിസ് ഇടുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ബാക്ക്ഗ്രൗണ്ടിലെ വോയിസൊക്കെ അതുകൊണ്ടാണ് അങ്ങനെ ഇടുന്നത്. പിന്നെ നമ്മൾ അടുത്ത വീഡിയോയിൽ ആ കുഴിയിലിറങ്ങി ഗോൾഡ് അയണ് ഒക്കെ എടുക്കുന്നതായിരിക്കും. പിന്നെ നമുക്ക് ഡയമണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഡയമണ്ട് കിട്ടിയത് റെക്കോർഡ് ചെയ്യത്തില്ല. ഡയമണ്ട് അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം, അടുത്ത എപ്പിസോഡിൽ. പൂച്ച ഇങ്ങോട്ടോ നമ്മളെ പെറ്റായതുകൊണ്ട് നമ്മളെ പുറകെ വരും. ഇങ്ങോട്ട് വരാൻ. ഇതെന്ത് വരാത്ത? ഈ പൂച്ചയ്ക്ക് ഒരു പേരിടണമല്ലോ. കിറ്റിന്നിട്ടാലോ. ഈ ക്രീപ്പർ ഒന്നും ഇവിടെ അത്രയും നാശമാക്കി വെച്ചേക്കാണ്. ഇവിടെ നമ്മൾ കോബിൾ സ്റ്റോൺ ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു. കോബിൾ സ്റ്റോൺ ഇടാം ഇവിടെ. അതാണ് നമ്മളെ കിറ്റി ഇവിടെ വന്ന്. നമുക്ക് ഇതിന് കിറ്റിന്ന് തന്നെ പേരിട്ടാൽ പോരെ. നമ്മൾ കോബിൾ സ്റ്റോൺ ചുറ്റിനും വയ്ക്കുകയാണ്. ചുറ്റിനും വച്ച് അവസാനത്തും വെച്ച് അവിടെ ഒരു ആടിക്കണം. കൊന്നാലേ വേണ്ട, വെറുതെ ഇട്ടേ. നമ്മൾ മൈനിങ് ഏരിയയിൽ അടുത്ത എപ്പിസോഡിൽ കുറച്ചൊക്കെ മാറ്റമൊക്കെ വരുത്തും. നമുക്ക് ഈ പടി ഫുള്ള് കോബിൾ സ്റ്റോൺ വയ്ക്കണം. ഫുള്ളല്ല, കുറച്ചൊക്കെ കോബിൾ സ്റ്റോൺ വയ്ക്കണം. അടുത്ത എപ്പിസോഡിൽ നമുക്ക് കോബിൾ സ്റ്റോൺ വയ്ക്കാം. അതൊക്കെ അടുത്ത എപ്പിസോഡിൽ ഞാൻ ചെയ്തിട്ട് അടുത്ത എപ്പിസോഡിൽ കാണിക്കാം. പിന്നെ നമുക്ക് ഇവിടെയൊക്കെ ഒരു റൂമൊക്കെ കെട്ടണം. അത് ഈ എപ്പിസോഡിൽ തന്നെ അങ്ങ് കെട്ടാം. ഒരു കുഞ്ഞു റൂം നമുക്ക് ഇവിടുന്ന് ഒരു അണ്ടർഗ്രൗണ്ട് വേണം. ഒരു അണ്ടർഗ്രൗണ്ടിൽ നമുക്കൊരു റൂമും കൂടെ വേണം. അതൊക്കെ അടുത്ത എപ്പിസോഡ് ചെയ്തിട്ട് ഞാൻ കാണിക്കാം. ആദ്യം ഇവിടെ കോല് കിട്ടി. അപ്പോൾ കോല് കിട്ടി. അങ്ങനെ ഇത്ര കോലയുള്ളൂ, തീർന്നു. തൽക്കാലം ഇത്രയും മതി. നമുക്ക് അടുത്ത വീഡിയോയിൽ കുറച്ചും കൂടെ കോലൊക്കെ ശേഖരിച്ചിട്ട് ഞാൻ അടുത്ത എപ്പിസോഡ് ചെയ്യാം. ഇവിടെയൊക്കെ കോബിൾ സ്റ്റോൺ വയ്ക്കാം. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നവർക്ക് ഒന്ന് കമൻറ്റ് ചെയ്യണം. നമ്മുടെ വീഡിയോയൊക്കെ ആണെങ്കിൽ കമൻറ്റൊക്കെ വളരെ കുറവാണ്. ഈ പ്രാവശ്യം നമ്മൾ എന്തായാലും നമ്മൾ ഷോർട്സായിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്ലോഡ് ചെയ്തിട്ട് കമൻറ്റിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഫുൾ വീഡിയോയുടെ ലിങ്കും കൂടി ചെയ്യാം. എന്നുവെച്ചാൽ കുറച്ചും കൂടെ വലുതാകണം.
എന്നുവെച്ചാൽ താണ്ട് ഇവിടെ ഇടയ്ക്ക് വെച്ച് ഇങ്ങനെ ആവാതിരിക്കുകയാണ്. ഇനി നമുക്ക് താഴോട്ട് പോയാലോ? ഇത് വേറെ പ്രശ്നമൊന്നുമില്ല. നമുക്ക് ഇവിടെ തന്നെ ഒരു അണ്ടർഗ്രൗണ്ട് പണിയണം. അതിന് മുന്നേ ഇവിടെയും കൂടെ വേറൊരു റൂമും കൂടെ കെട്ടാം. നമുക്ക് അവിടെ അണ്ടർഗ്രൗണ്ട് പണിയണ്ട, ഇവിടെ തന്നെ അണ്ടർഗ്രൗണ്ട് പണിയണം. അതൊക്കെ അടുത്ത വീഡിയോയിൽ ചെയ്തതിന് ശേഷം ഞാൻ കാണിക്കാം. നമുക്ക് വീഡിയോ കുറച്ച് ലെങ്തായി പോകും. ഇപ്പോൾ തന്നെ ഏകദേശം 20 മിനിറ്റോളമായി. നമുക്ക് ഇനി അതും കൂടെ നമുക്ക് മൊത്തവും പൊളിക്കണം. നമ്മളതിൽ കൊബിളിസ്റ്റോണുണ്ട്, പക്ഷേ സ്റ്റിക്കില്ല. ആണ് നമ്മളെ കിറ്റി നമ്മളെ പറയുക അടക്കുകയാണ്. അതാണ്ട് നമ്മുടെ ആട്ടിൻകുട്ടികൾ ഇവിടെ നിന്ന് ക്രീപ്പറൊന്നും പൊട്ടാതിരുന്നാൽ മതിയായിരുന്നു. പാതിയായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പിക്കാക്സ് ഉണ്ടാക്കാം, ടോർച്ചും കൂടെ ഉണ്ടാക്കാം. 68 ഉണ്ടാക്കാം. തൽക്കാലം ഇത്രയും മതി. നമ്മൾ അടുത്ത എപ്പിസോഡിൽ കുറേ ടോർച്ചൊക്കെ ആയിട്ടായിരിക്കും നമ്മൾ വീഡിയോ ചെയ്യുന്നത്. നമ്മൾ കുറച്ചും കൂടെ കോലൊക്കെ ശേഖരിക്കുന്നുണ്ട്. അടുത്ത എപ്പിസോഡിൽ കാണാം. തൽക്കാലം നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. നമ്മൾ അടുത്ത എപ്പിസോഡിൽ കുറച്ച് മാറ്റമൊക്കെ വരുത്തിയിട്ടായിരിക്കും നമ്മൾ അടുത്ത എപ്പിസോഡ് ചെയ്യുന്നത്. കമൻറ്റൊക്കെ വളരെ കുറവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.